ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു വില്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള ക്വിസിന്റെ 3ാം ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം അബ്ദുറഹ്മാൻ പിതാവ്, കുഞ്ഞാത്തുമ്മ മാതാവ്. ബഷീറിന്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിന്റെ ആത്മകഥ ഏത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഓർമ്മയുടെ അറകൾ. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്ന കുറിപ്പുകൾ 1973 നാഷണൽ ബുക്ക് സ്റ്റാൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ബഷീറിന്റെ ഏക നാടകം ഏത്? ഉത്തരം കഥാബീജം. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആര്? ഉത്തരം EM അഷറഫ്. ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രം ഏതായിരുന്നു? ഉത്തരം ഉജ്ജീവനം. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ. പ്രഭ എന്ന തൂലികാനാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. മസറാത്ത് ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും സാഹിത്യകാരനെയും കുറിച്ചുള്ള അറബ് ഗ്രന്ഥമാണ്. ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മാധ്യമപ്രവർത്തകനും ബഷീറിന്റെ ജീവചരിത്രകാരനുമായ EM അഷറഫ് രചിച്ച എഴുത്തും ജീവിതവും മസാറത്ത് എന്ന പേരിലാണ് അറബിയിലേക്ക് മൊഴിമാറ്റിയത്. അറബ് ഭാഷാ പണ്ഡിതൻ കോഴിക്കോട് സ്വദേശി അബ്ദു ശിവപുരമാണ് വിവർത്തനം ചെയ്തത്. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം ബഷീറിന്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ്. ഏതാണ് ഈ കഥ? ഉത്തരം അനർഘ നിമിഷം. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം MK സാനു. താര, പാപ്പച്ചൻ, ഏലിക്കുട്ടി, പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? ഉത്തരം താര സ്പെഷ്യൽസ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിന്റെ കത്തുകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആര്? ഉത്തരം KA ബീന. ബഷീർ എഴുതിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ 1945 മുതൽ 1994 വരെ വൈക്കം മുഹമ്മദ് ബഷീർ പലർക്കായി അയച്ച കത്തുകൾ സംഗ്രഹിച്ച് 2011 പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഉത്തരം പോൾ മണലിൽ. ഭാഷയിലെ വ്യവസ്ഥാപിത വ്യാകരണ സംവിധാനത്തെ കളിയാക്കിക്കൊണ്ട് പളുങ്കുസൻ വ്യാകരണം എന്ന് ബഷീർ എഴുതിയത് ഏത് കൃതിയിലാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിരുന്നു. ഏതു മരമാണ്? ഉത്തരം മാംഗോസ്റ്റിൻ. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര്? ഉത്തരം MP പോൾ. സൈനബ, മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? ഉത്തരം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? ഉത്തരം സോജ രാജകുമാരി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ബാലാമണിയമ്മ. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. എന്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിന്റെ പ്രശസ്തമായ വാചകം ഏത് നോവലിൽ നിന്നാണ്? ഉത്തരം ന്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? ഉത്തരം 1970. കറുത്തിരുണ്ട് വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനുമായി ബഷീർ എഴുതിയ കഥ ഏത്? ഉത്തരം തങ്കം. ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ന്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്
എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാല? ഉത്തരം സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സർവകലാശാല. നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ ആര്? ഉത്തരം മധു. ബഷീറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം മാന്ത്രിക പൂച്ച. കാടായിത്തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? ഉത്തരം MN വിജയൻ. തന്നെ അലട്ടിയിരുന്ന മാനസികാസുഖത്തിന് ചികിത്സയും വിശ്രമവും വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ 1954 ബഷീർ എഴുതിയ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഏത് കഥയിലൂടെയാണ് ബഷീർ അവതരിപ്പിക്കുന്നത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. ഒരു സാധാരണ പാചക തൊഴിലാളിക്ക് മൂക്കിന് നീളം വയ്ക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ പരമ്പരകളുമാണ് ബഷീറിന്റെ ഈ കഥയിലെ ഇതിവൃത്തം. ഏത് കഥയിലെ? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം എന്ന കഥ എഴുതിയത് ആരാണ്? ഉത്തരം ബഷീർ. കൽക്കത്തയിൽ വെച്ച് ഇംഗ്ലീഷിൽ രചിക്കുകയും പിന്നീട് മാതൃഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്ത ബഷീർ കൃതി ഏത്? ഉത്തരം ബാല്യകാലസഖി. നിസാർ അഹമ്മദ്, കുഞ്ഞിപ്പാത്തുമ്മ ഇവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം ന്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്. യൂസുഫ് സിദ്ദീഖ്, റഷീദ്, അസ്മ എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉത്തരം തേന്മാവ്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? ഉത്തരം PA ബക്കർ. വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? ഉത്തരം 1993. ബഷീർ രചനകളെ നിശിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച കൃതി ഏത്? ഉത്തരം ഉപ്പുപ്പാന്റെ കുയ്യാനകൾ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥ ഏത്? ഉത്തരം തേന്മാവ്. ബഷീറിന്റെ ആദ്യ ചെറുകഥ ഏത്? ഉത്തരം തങ്കം. രാമൻ നായർ, തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. എവിടെ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ബഷീർ ജയിലിലായത്? ഉത്തരം കോഴിക്കോട്. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ന്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം ഡോക്ടർ റൊണാൾഡ് ആഷർ. ബഷീറിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം? ഉത്തരം 1993. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ എഴുതിയത് ആര്? ഉത്തരം ബഷീർ. മനസ്സിന് അസുഖം തോന്നുമ്പോൾ സംഗീതം കേട്ടാൽ കുറെ ആശ്വാസമുണ്ടാകും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറെ അധികം ദിവസങ്ങളായി അറബ് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമായിട്ട്. ഇവിടെ 4 റെക്കോർഡുകൾ ഉണ്ടായിരുന്നതിൽ 3 താങ്കൾ കൊണ്ടുപോയി. ബഷീർ ആർക്കെഴുതിയ കത്തുകളിലെ വരികളാണിവ? ഉത്തരം V അബ്ദുള്ള. താങ്കൾ അയച്ച കുറിപ്പ് വായിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും അയൽക്കാർക്കും കഴിഞ്ഞില്ല. ആയതിനാൽ പതിവ് പോലെ മരുന്നുകടയിൽ കൊടുത്തു. അവരത് വായിച്ചു നോക്കി 12 ഗുളികകൾ തന്നു. ബഷീർ ആർക്കെഴുതിയ കത്തുകളിലെ വരികളാണിവ? ഉത്തരം സുകുമാർ അഴീക്കോടിന്. വൈകിട്ട് 4 മണിക്ക് ബഷീർ ഭക്ഷണത്തിനായി ഇറങ്ങി. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. 3/4 രൂപയുടെ ബില്ല് വന്നു. അതടയ്ക്കാനായി പോക്കറ്റിൽ കൈയിട്ടു. പോക്കറ്റിൽ കൈയിട്ടപ്പോൾ പേഴ്സ് കാണാനില്ല. എന്റെ പേഴ്സ് ആരോ പോക്കറ്റടിച്ചു എന്ന് ബഷീർ വിളിച്ചു പറഞ്ഞു. ബഷീറിന്റെ ഏത് കഥയിലെ രംഗമാണിത്? ഉത്തരം ഒരു മനുഷ്യൻ. ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ വിഷയമാക്കി എഴുതിയ കഥയാണ്? ഉത്തരം അമ്മ. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ബഷീറിനെ കുറിച്ച് എഴുതിയ കവിത ഏതാണ്? ഉത്തരം ബഷീർ എന്ന ബല്യ 1. ബഷീർ ദിനം എന്ന്? ഉത്തരം ജൂലൈ 5.
വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? ഉത്തരം 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ബഷീർ, നാരായണി എന്നിവർ പ്രധാന കഥാപാത്രമായി വരുന്ന ബഷീർ കൃതി ഏത്? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ബഷീറിന്റെ യഥാർത്ഥ നാമം എന്ത്? ഉത്തരം കൊച്ചു മുഹമ്മദ്. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് ധ്രുപദ് കൃഷ്ണ. രണ്ടാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ജസീല എന്ന അക്കൗണ്ട്. മൂന്നാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സ്വാതിക. നാലാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് അബിദാബ് എന്ന അക്കൗണ്ട്. അഞ്ചാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ദൈവിക് TP. ആറാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് ഷൻസ. ഏഴാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് നാഷ. ഒൻപതാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സ്നിഗ്ധ. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കാണുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.